ഞാൻ ഉൾപ്പെടുന്ന ഈ തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കടവ് സ്റ്റേഷനിലെ പോലീസ് ഏമാന്മാര് ഈ പാവം പിടിച്ച ദളിത് സ്ത്രീയായ ഈ ബിന്ദു എന്ന ഈ ചേച്ചിയോട് കാണിച്ച അതിക്രൂരതയ്ക്ക് അനുഭവിക്കുമെന്ന് പറഞ്ഞാൽ അനുഭവിച്ചിരിക്കും. കാരണം ബിന്ദു എന്ന വീട്ടുജോലിക്കാരിയായ ഈ ചേച്ചി അവിടെയുള്ള വീട്ടുടമസ്ഥന്റെ മാല മോഷ്ടിച്ചു എന്ന പരാതിയുടെ മേലെ ഇവരെ അറസ്റ്റ് ചെയ്യുകയും 20 മണിക്കൂർ അവരെയൊക്കെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയും എന്നിട്ട് അവര് കൂടെ കേട്ടിട്ടില്ലാത്ത ചീത്തവിളിയാണ് അവരെ പോലീസുകാർ വിളിച്ചത്. അത് പിന്നെ അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ കൂടി അവര് പോലും ചെയ്തിട്ടില്ലാത്ത ഇങ്ങനെ ഒരു മാലമോഷണ കുറ്റം അവർക്ക് ഏൽക്കേണ്ടി വന്നത് അവരുടെ മക്കളെ ഇതിൽ പ്രതി ചേർത്തുവെന്ന് പോലീസുകാർ പറഞ്ഞതിന്റെ പുറത്താണ് അവർ കുറ്റം ഏറ്റെടുത്തത്. എന്നിട്ട് എത്ര വലിയ തീവ്ര കുറ്റം ചെയ്ത കുറ്റവാളിയാണെങ്കിൽ കൂടി മനുഷ്യന് കുറച്ച് വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോഴ് ബാത്റൂമിൽ പോയി കുടിക്കാനാണ് ഈ ഒരു സ്ത്രീയോട് പോലീസ് ഏമാമാര് പറഞ്ഞത്. എന്നിട്ടും ഈ ചേച്ചി രാത്രിയിലും കസ്റ്റഡിയിൽ വെച്ചിട്ട് ആ ചേച്ചി വീട്ടിൽ മക്കളെയോ അല്ലെ അയൽക്കാരെ ആരെങ്കിലും അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനും വിസമ്മതിക്കുകയാണ് പോലീസ് ഏമാമാർ ചെയ്തത്. തുടർന്ന് അടുത്ത ദിവസം തന്നെ വീട്ടുടമസ്ഥനെ കാണാതെ പോയ മാല തിരിച്ചിട്ടുകയും ചെയ്ത്. എങ്കിൽ കൂടി ഈ ചേച്ചിയോട് പോലീസ് ഏമാമാര് പറഞ്ഞത് ഇനി ഈ അടുത്തുള്ള ലൊക്കാലിറ്റിയിൽ കൂടെ കണ്ടുപോയത് നാട് വിട്ട് പൊക്കോളണമെന്നാണ്. പിന്നെ പലരും പുറമെ അറിയാതെ പോകുന്നതേ ഉള്ളൂ. ഈ ബിന്ദു ചേച്ചി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയതാണ് ഈ ചേച്ചി ദളിത് സ്ത്രീയാണ് എന്നതിന്റെ പുറത്തായിരുന്നു കൂടുതലായിട്ടുള്ള ടോർച്ചർ ഈ പോലീസ് ഏമാമാരെ നിന്ന് ഈ ചേച്ചിക്ക് അനുഭവിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ പ്രധാന അർത്ഥം തന്നെ ഇപ്പോഴും ആ പഴയ ജാതി വിവേചനമൊക്കെ ഈ കേരളത്തിൽ ഇപ്പോഴും നിലനിന്ന് പോവുകയാണ്. ഇങ്ങനെയുള്ള ഒരു മനുഷ്യത്വമില്ലായ്മ ക്രൂരതയ്ക്ക് ഇവർ അനുഭവിക്കാതെ എവിടെ പോകാനാണ്?